ഖാർഗ് ദ്വീപുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അജയ്. അതിൽ ട്രംപ് പറയുന്നത് ഇറാൻ്റെ പ്രധാന എണ്ണ കയറ്റുമതി ടെർമിനലായ ഖാർഗ് ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്നാണ് ട്രംപ് പറയുന്നത്. US പ്രസിഡന്റ് ഇക്കാര്യം അവകാശപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകളെ ആക്രമിക്കുന്നത് ഇറാൻ നിർത്തിയില്ലെങ്കിൽ ഖാർഗിലെ എണ്ണ ശുദ്ധീകരണ സംഭരണ സംവിധാനങ്ങൾ ചാരമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ്. ഇസ്രായേലും US ചേർന്ന് ഇറാനോട് ചേർന്ന് നടത്തുന്ന യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടന്നിരിക്കവെയാണ് ആഗോള ഇന്ധന പ്രതിസന്ധി പൂർവാധികം പരുങ്ങലിലാക്കുന്ന ട്രംപിൻ്റെ ഈ നടപടി വരുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഖാർഗ് ദ്വീപിൽ 90-ലേറെ ഇടങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്നും US പ്രസിഡന്റ് പറയുന്നുണ്ട്. ആക്രമണത്തിൽ എണ്ണയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്ക് കേടുപറ്റിയിട്ടില്ലെന്നും അവകാശവാദമുണ്ട്. പതിവ് പോലെ എണ്ണക്കയറ്റുമതി തുടർന്നെന്നുമൊക്കെ ഇറാൻ്റെ വാർത്താ ഏജൻസി പറയുന്നുണ്ട് എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനം, നാവികത്താവളം, വിമാനത്താവള നിയന്ത്രണ ഗോപുരം, എണ്ണഖനനം ചെയ്യുന്ന കമ്പനികളൊന്നിൻ്റെ ഹെലികോപ്റ്റർ ഇടുന്ന സ്ഥലം എന്നിങ്ങനെ US ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് US നാവികസേനാ കപ്പലുകൾ ഉടൻ അകമ്പടി നൽകുമെന്നും ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഖാർഗുമായി ചേർത്ത് US നടത്തുന്നുണ്ട്. ഖാർഗിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ഇനി ആക്രമിക്കുമെന്നാണ്. അതായത് ഇറാൻ ഇനിയും ഹോർമുസിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിച്ചാൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം മാറ്റുമെന്ന് പറയുമ്പോൾ അത് വലിയ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കും. ലോകത്തിൻ്റെ എണ്ണ ലഭ്യതയ്ക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപിൻ്റെ ഈ അവകാശവാദത്തെക്കുറിച്ച് അജയ് സുധാബിജു. ഇപ്പോൾ നിലവിൽ ഒരു ഓയിലുമായി ചേർന്ന് നിൽക്കുന്ന ഒരു യുദ്ധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ഒരു പെട്രോ ഡോളർ കൺസെപ്റ്റിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയുടെ ലോക മേധാവിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഇറാൻ ഇതുവഴി ലക്ഷ്യമിട്ടിരുന്നത്. അതായത് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ പൂർണ്ണമായും തടഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഒരു ലോക പോലീസ് എന്നുള്ള ആ സ്ഥാനം അത് തകർക്കുക, അമേരിക്കയെ സാമ്പത്തികമായി വെല്ലുവിളിക്കുക, ഇതൊക്കെ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു. അപ്പോൾ ഇതിന് പകരം എന്നുള്ള രീതിയിലാണ് ഇറാനുള്ളിലെ തന്നെ നിരവധി ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയുടെ ആക്രമണം നടന്നത്. ഇതിന് നേരത്തെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ ഖാർഗ് ദ്വീപിൽ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം അത് തീർച്ചയായിട്ടും ഇറാൻ അത് മുൻപത്തേതിനേക്കാളുമൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് അവർ ഇത് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് സാധൂകരിക്കുന്ന ചില കമൻസ് ആണ് അവരുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഇപ്പോൾ ആർമി വിഭാഗമായിട്ടുള്ള IRGCയുടെ ഭാഗത്തു നിന്നെല്ലാം പുറത്തു വന്നിരുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ IRGC പുറപ്പെടുവിച്ച ഒരു ഉത്തരവെന്ന് പറയുന്നത് മറ്റ് ഗൾഫ് നാടുകളിലുള്ള ഈ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാർ അവർ ഉടൻ തന്നെ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊരു നിർദ്ദേശം IRGCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ബാസ് അരക്ചി മറ്റൊരു നിർദ്ദേശം നൽകുന്നു. മേഖലയിലുള്ള US-ന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ, US-മായി ചേർന്ന് നിൽക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അവ ഉടൻ തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അതിനു നേരെ ആക്രമണം ഉണ്ടാകും. ഇവിടങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ കൂടി ജാഗ്രത പാലിക്കണമെന്ന് അബ്ബാസ് അരക്ചി വ്യക്തമാക്കുന്നു. അതുപോലെ US-ന്റെ ബാങ്കുകളും പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം ഇപ്പോൾ തന്നെ നിലവിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികമായി രണ്ട് രാജ്യങ്ങളെയും പരസ്പരം ഇരു രാജ്യങ്ങളിലുമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുക, അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറബ് നാടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ US-ന്റെ സൈനിക താവളങ്ങൾ മാത്രമല്ല പ്രധാനമായിട്ടുമുള്ളത്. അപ്പോൾ US-മായി ചേർന്ന് പ്രവർത്തിക്കുന്ന, US-മായി ചേർന്ന് വ്യാപാരം നടത്തുന്ന നിരവധി എണ്ണ സംഭരണശാലകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ നിരവധി ബിസിനസ് കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ നിരവധി അത്തരം സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം ആക്രമണം നടത്തും എന്നൊരു ഭീഷണി നടത്തുമ്പോൾ അത് അമേരിക്കയെ സാമ്പത്തികമായി കൂടുതൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുക, അത് തന്നെയാണ് ഇറാന്റെ നിലവിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് പകരം ഈ ഭീഷണി വകവെക്കാതെയുള്ള ഇറാന്റെ മുന്നേറ്റവും പ്രധാനമാണ്. UAE-യിലെ US-ന്റെ കേന്ദ്രങ്ങളിലാണ് ഇറാൻ മറുപടി നൽകിയത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. UAE-യുടെ പ്രതിരോധ മിസൈലേറ്റ് ചിന്നിച്ചിതറിയ ഇറാൻ ഡ്രോണിന്റെ കഷ്ണം വീണ ഫുജൈറയിലെ അസംസ്കൃത എണ്ണ കയറ്റുമതി ടെർമിനലിന് തീപിടിച്ചു എന്ന വിവരം കൂടിയുണ്ട്. ഇതേ തുടർന്ന് ഇവിടുത്തെ ചില ശാലകളിൽ നിന്ന് ഉള്ള കയറ്റുമതി UAE തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. റുവൈസ് എണ്ണ ശുദ്ധീകരണശാല അടച്ചു. നമുക്കറിയാം, റുവൈസ് എണ്ണ ശുദ്ധീകരണശാല ലോകത്തിൻ്റെ എണ്ണ സൃഷ്ടിയുടെ
വളരെ പ്രധാനപ്പെട്ട പരമപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു പ്രദേശമാണ്. ഖാർഗ് ദ്വീപിൽ വെള്ളിയാഴ്ച US നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് UAE ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ അവകാശം കണക്കിലെടുത്ത് UAEയിൽ US-ന് താൽപ്പര്യമുള്ള തുറമുഖങ്ങൾ, കപ്പൽ തുറകൾ, സൈനിക താവളങ്ങൾ എന്നിവ ആക്രമിക്കുമെന്നായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. ഇതനുസരിച്ച് ശനിയാഴ്ച ഇറാൻ 9 ബാലിസ്റ്റിക് മിസൈലുകളും, അതായത് ഇന്നലെ 33 ഡ്രോണുകളും അയച്ചതാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഡ്രോണുകൾ പലതും തകർത്തുവെങ്കിൽ പോലും ഇതിലെ ചീളുകളും മറ്റും വീണ് പല സ്ഥലങ്ങളിലും തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. ഇറാന്റെ പ്രതിരോധം അവസാനിക്കുന്നില്ല അജയ്. കൂടുതൽ മറുപടി ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അവരാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അനുഭവിക്കുന്നത്. അതെ, ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്ന് അമേരിക്കയുടെ സാന്നിധ്യം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്നൊരു നിർദ്ദേശമാണ് അബ്ബാസ് അരക്ചി കഴിഞ്ഞ ദിവസം കൂടി ഗൾഫ് നാടുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നയതന്ത്ര പ്രതിനിധികളെയും അവരുടെ അംബാസഡർമാരെയും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ അമേരിക്കയുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, അതുപോലെ ബാങ്കുകൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ എല്ലാത്തിനും നേരെ ആക്രമണം നടത്തുമെന്ന് ഇറാൻ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ UAEയിലുള്ള ഈ ഫുജൈറ ഓയിൽ റിഫൈനറി കേന്ദ്രത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം അത് വളരെ മാരകമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു. മേഖലയിൽ കടുത്ത തീപിടുത്തമുണ്ടായി, അവിടെ നിന്ന് പുക ഉയരുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഒരു ജോർദാൻ സ്വദേശിക്കാണ് പരിക്കേറ്റതെന്നാണ് വിവരമുള്ളത്. മറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ, അതിൻ്റെ കണക്ക് എന്നിവ നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇതിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ നടന്നത് ഇറാൻ ഈ ഭീഷണി ഉയർന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മാത്രം നടന്ന ഒരു ആക്രമണമാണ്. ഇപ്പോൾ കൂടുതൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപം നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് IRGC ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇനി നടക്കുന്നത് ഒരു ഓയിൽ വാർ, അതായത് ഹോർമുസ് വഴിയുള്ള ഓയിൽ വാർ മാത്രമല്ല, ഇനി നേരിട്ട് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുക, അതുതന്നെയായിരിക്കും ഇനി പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാനുള്ളിലുള്ള ചില വൈദ്യുതി നിലയങ്ങൾ കേന്ദ്രീകരിച്ച് US ആക്രമണം നടത്തിയിരുന്നു. അവരുടെ ചില ഇത് കാരണം അവിടെ പവർ കട്ട് ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കടുത്ത ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടായത്. ഇപ്പോൾ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, അതുപോലെ ജലശുദ്ധീകരണശാലകൾ, ഇവയ്ക്ക് നേരെയുള്ള ആക്രമണം അത് ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടത്തിവിടാൻ തന്നെയാണ്. നേരത്തെ ടെഹ്റാനിൽ ഉൾപ്പെടെയുള്ള നിരവധി എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ തകർത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിലവിൽ ഇത്തരത്തിൽ ഈ ഖാർഗ് ഐലൻഡ് കേന്ദ്രീകരിച്ചുള്ള ഈ ആക്രമണം കൂടി നടന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം എണ്ണ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയാൽ അത് തീർച്ചയായിട്ടും ഗൾഫ് മേഖലയിലുള്ള ഒരുപാട് സാധാരണക്കാരെയും അതുപോലെ തന്നെ പ്രവാസികളെ ഉൾപ്പെടെ അത് സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യത. തീർച്ചയായും അതാണ് മറ്റൊരു അവകാശവാദവുമായി ട്രംപ് വരുന്നത്. നമുക്കറിയാം, 3ാമത്തെ ആഴ്ചയാണ് ഇറാനെ ആക്രമിക്കാനായി അമേരിക്കയും ഇസ്രായേലും ഒക്കെ തുടക്കമിട്ടിട്ട്. 3 ആഴ്ചക്കകം യുദ്ധം തീരുമെന്നായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം. ഇപ്പോൾ ഈ 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാനെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇറാനെ അമേരിക്ക പൂർണ്ണമായും പരാജയപ്പെടുത്തി. പക്ഷേ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ഉള്ള ശ്രമത്തിലാണ് താൻ എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇറാനെ അമേരിക്ക സൈനികമായും സാമ്പത്തികമായും പരാജയപ്പെടുത്തുകയും പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണ എത്തിക്കുന്ന രാജ്യങ്ങൾ ഈ പാത ശ്രദ്ധിക്കണം, ഇവിടെ ഞങ്ങളുടെ എല്ലാ സഹായവും ഉറപ്പാക്കും, എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ US മറ്റു രാജ്യങ്ങളെ ഏകോപിപ്പിക്കുമെന്നും മറ്റും ട്രംപ് പറയുകയാണ്. ഇന്നലെ ഇപ്പോൾ ഖാർഗ് ആക്രമണത്തിന് ശേഷവും ഇറാനെ നശിപ്പിച്ചുവെന്ന് ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്നത് വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.